ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. അതായത് അതിലോട്ട് ആവശ്യമായിട്ടുള്ള കോളിസ്ലോയും മയണൈസൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, വലിയവർക്കും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ശരിക്കും 7 കൂട്ടാണ് നമ്മൾ ഈ ചിക്കനിലോട്ട് തലേ ദിവസം തന്നെ മാരിനേഷന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ 7 കൂട്ടം ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് കറി കഷ്ണങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ശരിക്കും അത് വലിയ പീസുകളായിട്ട് ഇത്തിരി സ്കിന്നോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലോട്ട് എടുത്തിട്ടുള്ളത് ഒരു 2-3 പിടി വെളുത്തുള്ളി, പിന്നെ വലിയൊരു ചെറുനാരങ്ങ, പിന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ ഈ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഇപ്പോൾ വെളുത്തുള്ളി ഒരു 2-3 പിടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ സോയാ സോസും ഈ ടൊമാറ്റോ സോസൊക്കെ നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം എത്രത്തോളം ചിക്കൻ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഈ 3 കൂട്ടും, അതായത് പഞ്ചസാര, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സോയാ സോസാണ്. ഇതേപോലെ ഒരു 3 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ, ആ നീര് ഒരു നാരങ്ങ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതൊന്ന് ചെറുതായി ചതച്ചെടുക്കുക. അതിനുശേഷം ഈ സോസിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 7 കൂട്ട് നമ്മളിവിടെ ശരിക്കും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി സോയ സോസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഈ സോസിലും ഈ ഒരു മസാലയിലും ഒന്ന് മുങ്ങിക്കിടക്കണം. അത്രത്തോളം വല്ലാതെ കൂടി കിടക്കണ്ട, എന്നാലും ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ 24 മണിക്കൂർ ആയതിന് ശേഷമാണ് അതെടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു ദിവസത്തോളം ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലും നല്ലൊരു ഫ്ലേവർ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് സോസിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ടൈറ്റായിട്ടുള്ളൊരു ജാറിൽ, ഇത് നമ്മളിവിടെ കാസറോളിലാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അത് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഇതേ സമയത്ത് തുറന്നതാണത്. അപ്പോൾ ആ ഒരു സോസിൽ ആ ചിക്കനെല്ലാം അത് ആ സോസിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇത് വറുത്തെടുക്കാൻ, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് എടുക്കുന്നത് മുട്ടയും അതുപോലെ തന്നെ മൈദപ്പൊടിയാണ്. ഒരു 4 മുട്ട 5 മുട്ട എന്തായാലും ആവശ്യമാവും. അപ്പോൾ അത് 4 മുട്ടയോളം എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറുതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഒരു 1/2 കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുരുമുളക് പൊടി കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും നമ്മളിത് ഓട്സിൽ ഉണ്ടാക്കിയെടുത്തിരുന്ന ഒരു പ്രാവശ്യം, അതിനേക്കാൾ ടേസ്റ്റ് ഈ മൈദപ്പൊടിയിൽ ലാസ്റ്റ് വറുത്തെടുക്കുന്നതാണ്.
അപ്പോൾ ഓരോ ചിക്കൻ പീസസും ഇതുപോലെ മൈദയിൽ നന്നായി പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ മുഴുവൻ ഈ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഈ മൈദപ്പൊടിയിൽ നന്നായി മുക്കിയെടുക്കണം. ശരിക്കും ഈ ചിക്കൻ്റെ ക്രിസ്പിനെസ് എന്ന് പറയുന്നത് ഈ മൈദപ്പൊടിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ ഒരുവിധം എല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഓയിൽ ഒഴിക്കാനായിട്ട്. അതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉൾഭാഗമോ അല്ലെങ്കിൽ ചില സൈഡൊന്നും വേവാതിരിക്കും. അപ്പോൾ ആ വേവാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ KFC റെഡി ആയിട്ടുണ്ട്.